സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ filled with a medium of dielectric constant K and the same capacitor filled with free space. ഇവിടെ ഒരു കപ്പാസിറ്റർ ആദ്യം അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ്, പ്ലേറ്റുകൾക്കിടയിലുള്ള ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ K എന്ന ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരു മീഡിയം ഉപയോഗിച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു. അതേ കപ്പാസിറ്റർ തന്നെ ആ പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം എം ടി ആകും, എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിലാകും. അപ്പം ഒരേ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഉള്ള ഒരു മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നു. അതേ കപ്പാസിറ്റർ തന്നെ ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ മാറ്റി ഫ്രീ സ്പേസ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള കപ്പാസിറ്റൻസ്, ഈ രണ്ട് കേസിലും കപ്പാസിറ്റൻസുകളുടെ റേഷ്യോ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത്, കപ്പാസിറ്റർ മീഡിയം ഫില്ല് ചെയ്ത സമയത്തുള്ള കപ്പാസിറ്ററിൻ്റെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നു, ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നു, അവയുടെ റേഷ്യോ കണ്ടുപിടിക്കുന്നു. വി ഹാവ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് എ ഡയലക്ട്രിക് മീഡിയം. പ്ലേറ്റുകൾക്കിടയിൽ ഒരു മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴുള്ള കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി എം എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. സി എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 കെ എ ഡിവൈഡഡ് ബൈ ഡി. എപ്സിലോൺ 0 എന്താണെന്ന് നമുക്കറിയാം. കെ എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. എ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഇനി ഇതേ കപ്പാസിറ്റർ തന്നെ ഒരു ഫ്രീ സ്പേസിൽ മീഡിയത്തിന് പകരം ഫ്രീ സ്പേസ് ആണ് ഇവിടെ പ്ലേറ്റുകൾക്കിടയിലുള്ളതെങ്കിൽ അപ്പോഴുള്ള കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ഫ്രീ സ്പേസിൽ കെയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത കേസിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സി എം ഡിവൈഡഡ് ബൈ സി കണ്ടുപിടിച്ചാൽ മതിയാവും. സി എം ഡിവൈഡഡ് ബൈ സി. സി എം ഡിവൈഡ് ബൈ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എപ്സിലോൺ 0 കെ എ ഡിവൈഡ് ബൈ ഡി ഇൻറ്റു ഡി ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇ. ക്യാൻസൽ ചെയ്യാവുന്ന ടേമുകൾ എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്യാം, എ എന്ന ടേം ക്യാൻസൽ ചെയ്യാം, ഡി ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് സി എം ബൈ സി ഇസ് ഈക്വൽ ടു കെ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് എ മീഡിയം ടു the capacitor of a parallel plate capacitor in free space is equal to dielectric constant. K എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് the ratio is equal to dielectric constant. അപ്പോൾ മീഡിയത്തിലുള്ള കപ്പാസിറ്റൻസിൻ്റെയും ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസിൻ്റെയും റേഷ്യോ ഡയലക്ട്രിക് കോൺസ്റ്റന്റിന് ഈക്വൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് n സിമിലർ കപ്പാസിറ്റീസ് ഈച്ച് ഓഫ് കപ്പാസിറ്റി C കണക്റ്റഡ് ഇൻ സീരീസ്. ഇവിടെ നമുക്ക് n കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റേഴ്സിന്റെ എണ്ണം n ആണ്. അത് ഓരോന്നും സിമിലർ കപ്പാസിറ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും കപ്പാസിറ്റൻസ് സെയിം ആണ്. അങ്ങനെ കപ്പാസിറ്റൻസ് സെയിം ആയിട്ടുള്ള n കപ്പാസിറ്റേഴ്സ് നമുക്ക് തന്നിരിക്കുന്നു. അവ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് n സിമിലർ കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് കപ്പാസിറ്റി C കണക്റ്റഡ് ഇൻ സീരീസ്. ഒരേ കപ്പാസിറ്റൻസ് ഉള്ള n കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? നമുക്കറിയാം, സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1/C is equal to 1/C1 plus 1/C2 plus 1/C3. ഇവയാണ് സീരീസ് കോമ്പിനേഷനുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ CS എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം CS എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇത് സീരീസ് കോമ്പിനേഷനിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. ഇനി നോക്കാം, ഇവിടെ നമ്മൾക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിനെ നമുക്ക് LCM എടുക്കാം. C1 C2 C3 LCM എടുത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. C1 into C2 plus C2 into C3 plus C3 into C1 all divided by C1 C2 C3. ഇനി നമുക്ക് നോക്കാം, ഇവിടെ കിട്ടിയിരിക്കുന്നത് 1/CS ആണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ CS കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയാവും?
അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയാവും. അപ്പോൾ നേരെ തിരിച്ച് താഴെ ഡിനോമിനേറ്റർ ഉണ്ടാകുന്ന ടേംസ് എല്ലാം ന്യൂമറേറ്ററിലുള്ള ടേം ഡിനോമിനേറ്ററിലേക്ക് മാറും. അപ്പോൾ CS ഈസ് ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്ന ഇക്വേഷൻ നമ്മൾ തിരിച്ചെഴുതി C1 C2 C3 ഡിവൈഡഡ് ബൈ C1 C2 പ്ലസ് C2 C3 പ്ലസ് C3 C1. അപ്പോൾ നമുക്ക് CS-ന്റെ ഇക്വേഷൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. CS ഈസ് ഈക്വൽ ടു C1 C2 C3 ഡിവൈഡ് ബൈ C1 C2 പ്ലസ് C2 C3 പ്ലസ് C3 C1. നോക്കാം, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് n സിമിലർ കപ്പാസിറ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ C1 ഇസ് ഈക്വൽ ടു C2 ഇസ് ഈക്വൽ ടു C3. പിന്നെ നമുക്ക് C എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണ്, അതിന്റെ എല്ലാം കപ്പാസിറ്റി C ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് C1 C2 C3 ഈക്വൽ ആണെന്നും അതിനെ നമുക്ക് C എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് C1 C2 C3 എന്നായിരുന്നു, അത് C ഇൻറ്റു C ഇൻറ്റു C എന്ന് വരും. എന്ന് പറഞ്ഞാൽ C ക്യൂബ് എന്ന് വരും. ഇവിടെ C1 ഇൻറ്റു C2 അത് C ഇൻറ്റു C സ്ക്വയർ എന്ന് വരും. ഇവിടെ ഓരോ ടേമിൻ്റെ അകത്തെയും ഈ കപ്പാസിറ്റൻസ് സെയിം ആണ്. അതുകൊണ്ട് ഇതല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ന്യൂമറേറ്ററിൽ C ക്യൂബ് എന്നും താഴെ C സ്ക്വയർ പ്ലസ് C സ്ക്വയർ പ്ലസ് C സ്ക്വയർ എന്ന് പറഞ്ഞാൽ C ക്യൂബ് ഡിവൈഡ് ബൈ 3C സ്ക്വയർ എന്ന് കിട്ടും. C ക്യൂബ് ഡിവൈഡ് ബൈ 3C സ്ക്വയർ. ക്യാൻസൽ ചെയ്യാവുന്ന ടേമുകളുണ്ട്. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും C ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും CS ഈസ് ഈക്വൽ ടു C ബൈ 3 എന്ന് നമുക്ക് ലഭിക്കും. CS ഈസ് ഈക്വൽ ടു C ബൈ 3. ഇപ്പോൾ നമ്മൾ 3 കപ്പാസിറ്റർ ഉള്ള കേസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ബൈ 3 എന്ന് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ n കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? C ബൈ n. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്? കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ കപ്പാസിറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇങ്ങനെയാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുന്നത്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ കപ്പാസിറ്റർ. അതെല്ലാം സിമിലർ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്. എത്ര കപ്പാസിറ്റർ ഉണ്ടോ അതിന്റെ എണ്ണം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടും. അപ്പം സീരീസ് കോമ്പിനേഷനിൽ n കപ്പാസിറ്റേഴ്സ് ഉണ്ട്. എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസ് സെയിം ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് CS ഈസ് ഈക്വൽ ടു C ബൈ n. Question number 18. Find the effective capacitance of n similar capacitors, each of capacity C connected in parallel. തൊട്ട് മുമ്പിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഈ n കപ്പാസിറ്റേഴ്സ് സിമിലർ കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പാരലൽ കോമ്പിനേഷനിലാണ്. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. n കപ്പാസിറ്റേഴ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും കപ്പാസിറ്റൻസ് സെയിം ആണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിലാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. We have effective capacitance in parallel combination of 3 capacitors. 3 കപ്പാസിറ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? C is equal to C1 plus C2 plus C3. ഇവിടെ പാരലൽ കോമ്പിനേഷൻ ആണെന്ന് കാണിക്കാൻ, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ ആണെന്ന് കാണിക്കാനായിട്ടാണ് ഇവിടെ CP എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ CP is equal to C1 plus C2 plus C3. 3 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നോക്കുക, 3ന്റെയും കപ്പാസിറ്റൻസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. C1 is equal to C2 is equal to C3 and which is equal to C. 3 കപ്പാസിറ്റേഴ്സിന്റെയും കപ്പാസിറ്റൻസ് സെയിം ആണ്. അതിന്റെ വാല്യൂ C ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. CP is equal to C plus C plus 3 എന്ന് പറഞ്ഞാൽ 3C നമുക്ക് ലഭിക്കും. C plus C എന്ന് ലഭിക്കും. അത് 3C ആണ്. 3 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 3C എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ n സിമിലർ കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിലോ NC എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് പാരലൽ കോമ്പിനേഷനിൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്, എത്ര കപ്പാസിറ്റർ ഉണ്ടോ അതിന്റെ എണ്ണം കൊണ്ട് ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻറ്റു ദ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കപ്പാസിറ്റർ. ഇതാണ് n സിമിലർ കപ്പാസിറ്ററുകൾ പാരലലായിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് CP is equal to NC. Next question. Find the ratio of effective capacitance of n equal capacitors in series and in parallel combinations. തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്ത 2 പ്രോബ്ലങ്ങളിൽ നമുക്ക് ലഭിച്ചത് n കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു.
അതിനുശേഷം n കപ്പാസിറ്റേഴ്സ്, സിമിലർ കപ്പാസിറ്റേഴ്സ് പാരലൽ കോമ്പിനേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് n ഈക്വൽ കപ്പാസിറ്റേഴ്സ്. n ഈക്വൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അവ ആദ്യം സീരീസ് ആയിട്ടും അതിനുശേഷം പാരലായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷൻസിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് of n similar capacitors in series combination CS is equal to C by n. Also, effective capacitance of n similar capacitors in parallel combination CP is equal to NC. Then the ratio CS by CP കണ്ടുപിടിക്കുക. CS by CP is equal to നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 1 by n square. ക്യാൻസൽ ചെയ്യാവുന്ന ടൈം C രണ്ടിടത്തും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 1 by n square എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ CS by CP is equal to 1 by n square എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. CS by CP is equal to 1 by n square. Capacity of a parallel plate capacitor is C. ഒരു parallel plate capacitorന്റെ capacitance C ആണ്. If the distance of separation between the plates is halved, then find the capacitance. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള അകലം ഹാഫ് ആയിട്ട് മാറും, പകുതിയാക്കി മാറ്റുന്നു. അപ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് വ്യത്യാസം വരും? അതാണ് ക്വസ്റ്റ്യൻ്റെ അത് ആൻസർ. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. C is equal to epsilon 0 A divided by D. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. C is equal to epsilon 0 A divided by D. A ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്, D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അടുത്ത കേസിൽ നമ്മളോട് ആവശ്യപ്പെടുവാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് ഈസ് ഹാഫ്, ദെൻ D എന്നുള്ള ടേം D by 2 ആയിട്ട് മാറും. ഡിസ്റ്റൻസ് പകുതിയായി മാറിക്കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ അകത്ത് D എന്ന ടേം D by 2 എന്നായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇങ്ങനെയാണ്. കപ്പാസിറ്റൻസ് എപ്സിലോൺ 0 എ, അതിന് മാറ്റമൊന്നുമില്ല. എപ്സിലോൺ 0യുടെ വാല്യൂവിനും ഏരിയ ഓഫ് ദ പ്ലേറ്റിനും വ്യത്യാസം വന്നിട്ടില്ല. ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ D by 2 ആയിട്ട് മാറി. നോക്കുക, ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് എന്ത് വരും? 2 ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ D എന്ന് വരും. 2 ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ D എന്ന് വരും. അങ്ങനെ നോക്കുക, ഇവിടെ എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി തന്നെയാണ്. എപ്സിലോൺ 0 എ ഡിവൈഡ് ബൈ ഡി എന്ന് പറയുന്നത് സി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കപ്പാസിറ്റൻസ് 2C എന്നായിട്ട് മാറും. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഹാഫ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഡബിൾ ആയിട്ട് മാറും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കപ്പാസിറ്റൻസ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്ന പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ പകുതിയായിട്ട് മാറിയാൽ കപ്പാസിറ്റൻസ് ഡബിൾ ആയിട്ട് മാറും. പ്രോബ്ലംസ് ബുക്കിലേക്ക് എഴുതി തനിയെ ചെയ്ത് നോക്കണം, എങ്കിലേ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.